ഹലോ എവ്രി വൺ, ഞാൻ സുമി നിരഞ്ജൻ. നമ്മൾ ഇന്ന് കാണുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ക്രേപ്പ് ജോർജ് ഫാബ്രിക്കിൽ ബനാറസി വീവിങ് വന്നിരിക്കുന്നതാണ്. ബനാറസിയുടെ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവരാറുണ്ട്. അതിൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഒരു ഫ്ലോറൽ വീവ് ചെയ്ത് വന്നിരിക്കുന്ന പാറ്റേണിലുള്ളതാണ്. നമുക്കിതിൽ 5 കളേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ്. 4 ഷെയ്ഡ്സ് ഇതിലും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്രേപ്പ് ജോർജ് ഫാബ്രിക്കിലുള്ള പാറ്റേൺസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഈ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ഡീപ്പ് സ്കൈ ബ്ലൂ ടോണിലോട്ടാണ്. ഇതിൻ്റെ ചെറിയ ബുട്ടാസാണ് ഫുള്ള് ഫ്രണ്ട് പോർഷനിലോട്ട് വന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് ബോർഡർ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ അതൊരു സിൽവർ വീവിങ് ആട്ടോ ഇതിൽ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡിൽ ബോർഡർ ഉണ്ട്. സ്ലീവ്സിന് അഡീഷണൽ ആയിട്ട് സെയിം ഫാബ്രിക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ ആയിട്ട് വരുന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഉണ്ട്, അതും ആ ഒരു ചെറിയ ബൂട്ട വീവിങ്, അതും ബൂട്ടാസ് എല്ലാം നല്ല അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ബൂട്ടാസ് സൈഡിലോട്ട് ബോർഡർ വരുന്നുണ്ട്. പിന്നെ എൻഡിലോട്ടായിട്ടാണെങ്കിലും ആ ടോപ്പിൻ്റെ എൻഡിൽ കണ്ട പോലത്തെ സെയിം ഫ്ലോറൽ വീവിങ് ആണ് ദുപ്പട്ടയുടെ എൻഡിലോട്ടും വരുന്നത്. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് യൂഷ്വലി കാണാത്തൊരു കളറാണ് നമ്മുടെ ബനാറസിൽ നമ്മൾ കൊണ്ടുവരുന്നതിൽ. ബനാറസിയിൽ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു മോവ് പിങ്ക് ടോണിലോട്ടാണ്. സെയിം പാറ്റേൺ തന്നെ, അതേപോലെ ആ ഒരു സിൽവർ ഫിനിഷിലുള്ള വീവിങ്ങും. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പേർപ്പിളാണ്, അതേ പാറ്റേൺ. അടുത്തൊരു പേസ്റ്റൽ ഗ്രീൻ, യൂഷ്വലി കാണാത്തൊരു ഷെയ്ഡാണ്, നമ്മൾ കൊണ്ടുവരാത്തൊരു ഷെയ്ഡാണ് ബനാറസിയിൽ. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ടോണിലോട്ട്. ഇനി നമുക്ക് നെറ്റ് കോട്ട ഫാബ്രിക്കിലുള്ള ഈ ഒരു പാറ്റേൺ വരുന്നത് നോക്കാം. ഇതിൽ ഷെയ്ഡ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഹെദർ പേർപ്പിളിൻ്റെ ഒരു ലൈറ്റ് ടോണാണ് ബേസ് ഷെയ്ഡിലോട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് ഫുള്ളായിട്ട് അതിൽ ഫ്ലോറൽ പ്രിൻറ്റുകൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത്. പിന്നെ യോക്കിലേക്ക് പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ആ ഒരു സെൽഫ് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓവറോൾ നല്ല ഭംഗിയുള്ള പാറ്റേൺ. അതിന് ഈവൻ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ആ പ്രിൻറ്റുകൾ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1849 റേഞ്ചിലാണ് വരുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെ. അതിൽ സിഗ്സാഗ് ഡിസൈനാണ് അതിൻ്റെ മിഡിൽ പോർഷനിൽ കൊടുത്തിട്ട് ബോർഡർ വരുന്നുണ്ട് ചുറ്റും. അതേപോലെ ക്രോഷ്യ ലേസും ചുറ്റും കൊടുത്തിട്ട് എൻഡിലേക്ക് ടോപ്പിലുള്ള ആ ഒരു പാറ്റേണിലുള്ള പ്രിൻറ്റ്സ് വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നതിൻ്റെ ഡാർക്ക് ടോണിലാണ്. ആ ഒരു പ്രിൻറ്റിലുള്ള ഷെയ്ഡാണ്, ഒരു പേർപ്പിൾ ഷെയ്ഡിലോട്ടാണ് വന്നേക്കുന്നത്. അത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. ഇതിലേക്ക് വന്നേക്കുന്ന യെല്ലോ ഗ്രീൻ ആണ് ബേക്ക് ഷെയ്ഡ് വരുന്നത്. അതിലേക്ക് ഒലീവ് ഗ്രീൻ കളറിലുള്ള ബ്ലോക്ക് പ്രിൻറ്റുകളും എല്ലാം ഡിസൈനും വന്നിട്ടുള്ളത്. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ ബേസ് കളറുമായിട്ട് വന്നേക്കുന്ന ഒരു കോറൽ പീച്ചാണ്. അതിൽ ബ്രിക്ക് റെഡിൻ്റെ കോമ്പിനേഷനുള്ള പ്രിൻ്റൊക്കെയാണ് വന്നേക്കുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ വരുന്ന ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അതിൽ യെല്ലോ ബ്രൗൺ കോമ്പിനേഷനിലുള്ള പ്രിൻറ്റുകളാണ് ഓൾ ഓവർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 4 കളേഴ്സാണ് ഈ ഡിസൈനിലുള്ളത്. അപ്പം നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആയിരുന്നു നമ്മളിന്ന് കണ്ടത്. ഇന്ന് കാണിച്ച അൺസ്റ്റിച്ചഡ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, www.dctclothing.store.